ഹലോ ഗൈസ്, ഇതൊരു സൺഡേ വ്ളോഗാണ്. സൺഡേ ഞാൻ എടുത്ത വീഡിയോ ആണ്. സൺഡേ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഐസ് വാങ്ങുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ വീട്ടിൽ എന്നെ സിജോയെക്കാളും ചെറുതാണ് എൻ്റെ അപ്പൻ. സോ അപ്പനാണ് ആദ്യം ഐസ് വാങ്ങാൻ ചാടി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയൂണിൻ്റെ സമയമായി. ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ, സൺഡേ സ്പെഷ്യൽ നമ്മുടെ താറാവ് കറിയാണ്. ഞാൻ താറാവ് കുറേ നാൾ കൂട്ടത്തില്ലായിരുന്നു, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് എനിക്ക് താറാവ് ഫേവററ്റ് ആയിരുന്നു, പക്ഷേ എന്തോ ഒരു കാരണത്താൽ ഞാൻ താറാവ് കൂട്ടാതായി. പിന്നെ ഇന്നാണ് ഞാൻ കൂട്ടുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രേവിയാണ് കൂടുതലും എടുത്തത്. താറാവ് കറിയും അവിയലുമായിരുന്നു. അത് രണ്ടുകൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അമ്മയുടെ നോൺ വെജ് ഒക്കെ അല്ലെങ്കിലും സൂപ്പറാണ്. ഭയങ്കര ടേസ്റ്റായിട്ട് അമ്മ വെക്കുന്നത്. വെജ് കുഴപ്പമില്ല. അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ പൊങ്ങണ്ട, പക്ഷെ കൊള്ളാം, അമ്മയുടെ സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് പായസം കുടിക്കണം എന്നൊരാഗ്രഹം. സോ നമ്മൾ പായസം വെച്ചു. പായസം നമ്മുടെ കിറ്റിലുള്ള പായസമായിരുന്നു. അതായത് ഈ സേമിയ കിറ്റ് കിട്ടത്തില്ലേ, അതിലുള്ള പായസമായിരുന്നു. അതായത് കുറച്ച് മധുരം കൂടിപ്പോയി. ഞാനാണ് വെച്ചത്. അതിൽ ഫുൾ പഞ്ചസാര അതിനകത്ത് കൊട്ടിയിട്ടായിരുന്നു. കൂടാതെ ശർക്കരയും ഞാൻ അതിനകത്തിട്ടു. അതുകൊണ്ട് നല്ലപോലെ മധുരം കൂടിപ്പോയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി ഇരുന്നാണ് കുടിച്ചത്. അമ്മേനെ കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കാത്തത്. അങ്ങനെ ഞാനും അമ്മയും കൂടി കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ആ പായസം കുടിച്ചത്. കാരണം കുറേ വിശേഷങ്ങളുണ്ടല്ലോ പറയാൻ. ഓഫീസിലെ വിശേഷങ്ങൾ കുറേ ഉണ്ട്. കാരണം അമ്മയ്ക്ക് സൺഡേ മാത്രമേ ഓഫ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് കുറേ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു. കുറേ നേരം ഇരുന്നിട്ടാണ് അത് കുടിച്ചു തീർത്ത് നേരെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. മത്ത് പിടിക്കുമല്ലോ, കുറേ മധുരം, ആ ഫുൾ ഗ്ലാസ് മധുരം ഫുള്ള് ഞാനാണ് കുടിച്ചത്. അങ്ങനെ മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു. ഞാൻ വലിയ ക്രിക്കറ്റ് ഫാനൊന്നും അല്ലായിരുന്നു, പക്ഷേ എൻ്റെ പപ്പയും സിജോയും ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ്. അത് കണ്ടിട്ടാണ് ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തിയായത്. സോ അതൊക്കെ കണ്ട് രാത്രി കിടന്നുറങ്ങി.